എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു ചക്ക പ്രഥമനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിനകത്തേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചക്കത വരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ചക്ക വരട്ടുന്നത് കാണിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ വീഡിയോ കുറച്ചങ്ങ് ലെങ്തി ആയി പോവും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ചക്ക വരട്ടുന്നതിൻ്റെ. അപ്പോൾ ഇതാ നമ്മുടെ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതാ നമ്മൾ വരട്ടിയെടുത്ത് വെച്ച ചക്കയുണ്ടല്ലോ, അതിട്ട് കൊടുക്കുക. അപ്പോൾ വളരെ കുറച്ച് ചക്ക വരട്ടിയതിൽ ഒരു പ്രഥമൻ തയ്യാറാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഒരുപാട് ചക്കയുടെ ഒന്നും ആവശ്യവും വേണ്ട. ഇതാ ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിനുശേഷം ഇതിനകത്തേക്ക് ഇതാ മധുരത്തിന് ആവശ്യമായ ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചക്ക വരട്ടിയപ്പം അത്യാവശ്യം കുറച്ച് മധുരമൊക്കെ ചേർത്തിട്ടാണ് വരട്ടിയെടുത്തത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഒരുപാടൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, കുറച്ച് ശർക്കര പാനിയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതാ ഒരു തവി ഉപയോഗിച്ചിട്ട് നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഇതിപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ വരട്ടിയ ചക്ക കുറച്ച് കട്ടിയായിട്ടാണല്ലോ ഇരിക്കുന്നത്, അതിനെ നമ്മളൊന്ന് ലൂസാക്കി കൊണ്ടുവരിക. അപ്പം നെയ്യ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരട്ടിയെടുത്ത ചക്കയിലും ധാരാളം നെയ്യുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾക്കിതാ ഇതുപോലെ ഒന്ന് ലൂസായി കിട്ടും കേട്ടോ. ഇനി നമ്മളിതിനകത്തേക്ക് നാളികേരത്തിൻ്റെ പാല് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ 1 കപ്പ് പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപയോഗിച്ചിട്ട് വേണം നമ്മൾക്കിനി ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ ഒരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൈ വിടാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അടിയിൽ പിടിക്കുകയൊന്നുമില്ല. അതുപോലെ തന്നെ ഇനി അത് കട്ടിയായിട്ട് വരില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിനൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ടല്ലോ. ഇനി ഇതിവിടെ ഇരുന്ന് വറ്റി ശരിക്കുള്ള കറക്റ്റ് പാകത്തിനകത്തേക്ക് നമ്മൾ എടുക്കണം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോരുത് കേട്ടോ. ഇപ്പം ഞാൻ ചെറിയ തീയിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കുറേശ്ശെ ഇതുപോലെ ഒന്ന് തിള വരുന്നുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പം ഇതിൻ്റെ കളറ് മാറിയിട്ട് നല്ലൊരു കളറിനകത്തേക്ക് ഇത് വരും കേട്ടോ. നമ്മൾ ഇപ്പോൾ ചക്ക സീസണൊക്കെ തീരാറായി. ഇപ്പോൾ ചക്ക വരട്ടിയതൊക്കെ എടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ ഇനി നമ്മളുടെ ചക്കക്കാലമൊക്കെ കഴിഞ്ഞ് കുറച്ച് ചക്കയൊക്കെ കഴിക്കണം എന്നുള്ള ആഗ്രഹം തോന്നുമ്പോൾ അതായി എടുത്തിട്ട് ഇതുപോലെ നല്ലൊരു പ്രഥമനൊക്കെ തയ്യാറാക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. കുട്ടികൾക്ക് പൊതുവേ മധുരം ഇഷ്ടമാണല്ലോ എല്ലാ കുട്ടികൾക്കും. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് കുറുകിയതാ കണ്ടില്ലേ, ഇതേ ഒരു പാകത്തിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടണം കേട്ടോ. ഈ ഒരു സമയത്ത് ഞാനൊരു സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഇടരുത്, വളരെ കുറച്ച്. കാരണം ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1-ാം പാലാണ്. അപ്പോൾ ഞാനിപ്പം 2-ാം പാൽ 1-ാം പാൽ അങ്ങനെ എടുത്തുവെന്നേ ഉള്ളൂ. ഇനി അങ്ങനെ എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, ഒറ്റ പാലെടുത്താലും മതി. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് വളരെ കുറച്ച് പാലാണ്, ഒരു 1/2 ഗ്ലാസ് പാലേ ഉള്ളൂ. അത് കുറച്ച് കട്ടിയോടുകൂടി എടുത്തിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ട് കണ്ടില്ലേ കുമിളകളൊക്കെ വരുന്നുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്കിതിനകത്തേക്ക് കയ്യിലുണ്ടെങ്കിൽ ഞാനിപ്പം കുറച്ച് നാളികേരം ചെറുതായിട്ടൊന്ന് കൊത്തിയെടുത്തിട്ട് നെയ്യിൽ വറുത്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാളികേര കൊത്തൊന്നും ചേർക്കണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. പ്രഥമന് നിങ്ങളുടെ കയ്യിൽ ഉണ്ടച്ച മാത്രം ചേർത്താൽ മതി. അതൊന്നും ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് അതിന്. അപ്പം ഞാൻ കയ്യിൽ കുറച്ച് കിസ്മസും കാഷ്നട്ട്സൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ചങ്ങ് ചേർത്ത് കൊടുത്തു. കാരണം എനിക്കിത് പായസം കുടിക്കുമ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ചേർത്ത് കൊടുത്തേ ഉള്ളൂ. അതായത് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ കളറ് കറക്റ്റ് ഇതല്ല കേട്ടോ, നല്ല ഡാർക്ക് കളറാണ്. നമ്മുടെ ലൈറ്റിൻ്റെ ആ ഒരു ഇതിൽ വന്നു കഴിഞ്ഞപ്പം കളർ അത്ര അങ്ങോട്ട് കാണുന്നില്ല. അപ്പോൾ ഇത് ഞാൻ ചൂടോടുകൂടി തന്നെയാണ് ഗ്ലാസ്സിനകത്തേക്ക് ഒഴിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ലൂസായിട്ടായിരിക്കുന്നത്. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് കറക്റ്റ് പാകമായിട്ട് കിട്ടും. അപ്പോൾ ചക്ക വരട്ടിയത് ഇരിപ്പുണ്ടെങ്കിൽ എടുത്തതാ നല്ലൊരു പ്രഥമൻ അങ്ങ് തയ്യാറാക്കിക്കോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ചക്ക പ്രഥമനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.